ലാൽകുമാർ, ഈ സർക്കാരിൻ്റെ നീതിബോധം എന്നുള്ളത് വലിയ സംശയാസ്പദവും ചർച്ചയ്ക്കും അതുപോലെ തന്നെ വിമർശന വിധേയവുമാകുന്ന ഒരു സാഹചര്യമാണോ? ഈ സർക്കാരിൻ്റെ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ, മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ തന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലുണ്ടായ സംഭവത്തിൽ പുനരന്വേഷണം എന്നതിലേക്ക് പോകുന്ന ഒരു നില സ്വീകരിച്ചു, തീരുമാനത്തിലേക്ക് പോയി. അതിൻ്റെ തുടർ നടപടികളും ഒരു ഭാഗത്തുണ്ടാകുന്നു. അപ്പോൾ അതൊക്കെ ഏതാണ്ട് ഒരു വലിയ നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണെന്ന് ഒരു ഭാഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അധികാരത്തിലെത്തി രണ്ടാം നാൾ പാരിയത്തുകാവിൽ പട്ടികജാതി ഉന്നതിയിലേക്ക് ദളിത് കുടുംബങ്ങളെ അവിടുന്ന് കുടിയിറക്കാൻ അവരെവിടേക്ക് പോകുമെന്ന ചിന്ത പോലുമില്ലാതെ വലിയ പോലീസ് സന്നാഹവുമായി പോലീസിനെ അയക്കുന്ന ഒരു നീതിബോധത്തിൻ്റെ പ്രകടനം നമ്മൾ കണ്ടത്. ഇവിടെ SFI പറയുന്ന പോലെ SFI വിജയാഹ്ലാദ പ്രകടനം നടത്തുകയാണ്. വിജയാഹ്ലാദ പ്രകടനം നടത്തുന്നവർക്ക് മറ്റെന്ത് ലക്ഷ്യങ്ങൾ ഉണ്ടാകാനാണ്? പരാജയപ്പെട്ട ആളുകൾ അധികാരത്തിലെത്തിയതിൻ്റെ കൂടി ഒരു അമിതാഹങ്കാരത്തോടെയോ ആവേശത്തോടെയോ അവിടെ നിന്ന് ഈ വിജയിച്ചവരെ കല്ലെറിയുന്നു, കരിക്കിൻ കഷ്ണങ്ങൾ എറിയുന്നു. അവിടെ പോലീസ് പ്രവർത്തിച്ച ആ രീതി, അത് ഏതുതരം നീതിബോധമാണ്? അതാണ് ഞാൻ ചോദിച്ചത്. ഈ സർക്കാർ നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ VD സതീശൻ പറഞ്ഞതുണ്ട്, ഞങ്ങളൊന്നും മറക്കില്ല. അപ്പോൾ കണക്ക് തീർക്കാൻ പോലീസിനെ ഉപയോഗിക്കുന്ന ഒരു നീതിബോധം, അതാണോ സർക്കാർ ഇവിടെ കാഴ്ചവെക്കുന്നത്? അത് മുഖ്യമന്ത്രിയെപ്പോലെ തന്നെ ആഭ്യന്തരമന്ത്രിക്കും ക്ഷീണം സംഭവിപ്പിക്കുന്നതാണോ? അല്ല, ഇവിടെ വിഷയമായിട്ട് വന്നിരിക്കുന്ന 2-3 കാര്യങ്ങളാണ്. അതിൽ ശിവപ്രസാദ് വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഒരു ആസ്പെക്റ്റ് പുറത്ത് സംസാരിക്കുക തന്നെ ചെയ്തു. അപ്പം അതിലേക്ക് കടക്കാതെ ഞാൻ മറ്റൊരു രീതിയിൽ ഇതിനെ അവതരിപ്പിക്കാൻ തോന്നുന്നു. നോക്കൂ, ഈ സർക്കാർ വരുന്നതിന് മുമ്പ് ആദ്യം നടന്നത്, ഇപ്പം മുഖ്യമന്ത്രിയായിരിക്കുന്ന ആള് മംഗലാപുരത്തേക്കൊരു യാത്ര ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. മംഗലാപുരത്തേക്കൊരു ചാർട്ടർ വിമാനത്തിൻ്റെ സഹായത്തോടുകൂടി അദ്ദേഹം എത്തുകയും ചില ആൾക്കാരെ കാണുകയും ചെയ്തു. ഈ സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരോ ആരും തന്നെ ഈ നിയുക്ത മുഖ്യമന്ത്രി ആയിട്ടില്ല, ആ പീരീഡിലായിട്ടില്ല. പക്ഷെ ആ സമയത്ത് എന്തുകൊണ്ട് മംഗലാപുരത്തേക്കുള്ള യാത്ര എന്തിന് VD സതീശൻ നടത്തി എന്ന് ചോദ്യം ചോദിക്കാൻ ഒരു മാധ്യമപ്രവർത്തകരും ഇന്ന് കേരളത്തിലില്ല എന്നുള്ളതാണ്. ഒരു മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന ഒരാൾ എന്താണ് അവിടെ നടന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടേക്ക് പോയത് എന്നൊരു ചോദ്യം അവിടെ തുടങ്ങുന്നു. സത്യത്തിൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ദുരൂഹതകൾ. അത് കഴിഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വന്നത് എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഇലക്ടറൽ ഓഫീസർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരുന്നു, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി മാറുന്നു. രണ്ടാമത്തെ കാര്യം, അങ്ങനെ 2-3 വിഷയങ്ങളിൽ വലിയ രീതിയിൽ ആൾക്കാർക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള ഇടപെടലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നടന്നിട്ടുള്ളത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള ഒരു മറുപടിയും സർക്കാരുമായി ബന്ധപ്പെട്ട ആരും തന്നെ പറഞ്ഞിട്ടില്ല. നോക്കൂ, ഇത് കൂടാതെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് വന്ദേ മാതരവും രാഹുൽ ഗാന്ധി സ്റ്റേജിലിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആരും തന്നെ സ്റ്റേജിൽ ഇരിക്കണ്ട എന്ന് ഗവർണർ ഓഫീസ് പറഞ്ഞ ശേഷം ആ ഗവർണർ ഓഫീസ് തന്നെ അത് അവരുടെ പൊസിഷൻ ഡൈല്യൂട്ട് ചെയ്യുകയും, എന്നാൽ അത് രാഹുൽ ഗാന്ധിയും കൂട്ടരെയും സ്റ്റേജിൽ ഇരുത്തുകയും പിന്നീട് വന്ദേ മാതരം പൂർണ്ണമായി പാടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. സത്യത്തിൽ ഈ 3-4 കാര്യങ്ങൾ നമ്മൾ ചേർത്ത് വായിച്ചു നോക്കിയാൽ കേരളത്തിലെ ഭരണ സംവിധാനം ഏതാണ്ട് BJP RSS നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം വരുന്നു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി പോലീസിനെയും അവർ തന്നെ നിയന്ത്രിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാവും. ഞാൻ ആദ്യം പറഞ്ഞ 2-3 എക്സാമ്പിളുകൾ ഈ വിഷയവുമായിട്ട് എങ്ങനെ ചേർന്ന് നിൽക്കുന്നു എന്ന് ആൾക്കാർക്ക് ഒരു സംശയം തോന്നാം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഭരണം ആരാണ് നിയന്ത്രിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്, കോൺഗ്രസിന്റെ സർക്കാരിന് എങ്ങനെ ഈ നാട്ടിൽ നിഷ്പക്ഷമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. അവരെ ഞാൻ ആദ്യം തന്നെ ഒരു പെസിമിസ്റ്റിക് അപ്രോച്ചോടുകൂടി ഞാൻ അപ്രോച്ച് ചെയ്യുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ സംശയം തോന്നുന്നു എന്ന് തന്നെ പറയാം. നോക്കൂ, ഈ വിഷയവുമായിട്ട് പെട്ടത് ശരത്തേട്ടൻ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഒരു പ്രതികരണം നടത്തിയോ? വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട പ്രതികരണം അദ്ദേഹം എത്ര ലെയിമായിട്ടൊരു പ്രതികരണമാണ് നടത്തിയത്? ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഗവർണർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ആ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു പ്രോപ്പർ മറുപടി പറഞ്ഞു.
പറഞ്ഞില്ല. അദ്ദേഹം താങ്കൾ പറഞ്ഞതുപോലെ ഗവർണറുമായി സമരസപ്പെട്ടു പോകാനാണ്, അല്ലെങ്കിൽ ചാൻസലറുമായി സമരസപ്പെട്ടു പോകാനാണ് നാം ആഗ്രഹിക്കുന്നത്. ശരിയാണ്, ഒരു അഡ്മിനിസ്ട്രേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ, നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞിട്ടുള്ള പോലെ സമരസപ്പെട്ടു പോവുക അല്ലെങ്കിൽ കൺസീലിയേഷനിലേക്ക് എത്തി ഒരു സർക്കാർ മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ ആവശ്യമാണ്, സംസ്ഥാനത്തിന്റെ ആവശ്യമാണ്, മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ അത് നമ്മുടെ അടിസ്ഥാനപരമായ ആശയങ്ങളെ റദ്ദ് ചെയ്തുകൊണ്ടാകാൻ പാടില്ല. അടിസ്ഥാനപരമായ കോൺഗ്രസിന്റെ ആശയമാണോ അതോ അടിസ്ഥാനപരമായി ഈ സംസ്ഥാനത്തിന്റെ ആശയമാണോ എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പം വന്ദേ മാതരം ഈ പറയുന്ന ഫുള്ളർ വേർഷനിൽ പാടുന്നത് കൊണ്ട് കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കാര്യം ഇടതുപക്ഷ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ ഈ സംസ്ഥാനത്തിനെ ഈ രീതിയിൽ കൊണ്ടുവന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രീതിയിൽ ഇതിന്റെ ഷേപ്പും അല്ലെങ്കിൽ ഫോമും ഒക്കെ ഇങ്ങനെ വരുന്നതിന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയൊരു പങ്കുണ്ട്. ആ പങ്കുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ റോള് വലുതായതുകൊണ്ട് തന്നെ, നവോത്ഥാനത്തിൽ ഇടതുപക്ഷത്തിന്റെ ഇടപെടിയിൽ വലുതായതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇതാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നലത്തെ പോലീസ് ആക്ഷൻ ഉൾപ്പെടെ നോക്കൂ, ശിവപ്രസാദ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, മുഖ്യമന്ത്രി നേരിട്ട് നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുണ്ടായി. അതിന് വളരെ സാധ്യത കൂടുതലാണ്. കാര്യം കഴിഞ്ഞ ദിവസം കൈരളിയുടെ ഒന്നും റിപ്പോർട്ട് ചെയ്യാൻ കോട്ട് ചെയ്യാതെ തന്നെ പറയാം. കൈരളി റിപ്പോർട്ട് ചെയ്തു. കൈരളിയുടെ റിപ്പോർട്ട് അല്ലാതെ വേറൊരു മീഡിയ റിപ്പോർട്ട് ചെയ്യാം. ഏഷ്യാനെറ്റ് ഇത് റിപ്പോർട്ട് ചെയ്തു. കാര്യം വകുപ്പുമായി ബന്ധപ്പെട്ട് വകുപ്പിൽ മുഖ്യമന്ത്രി ഡയറക്റ്റ് ആയിട്ടുള്ള ഇടപെടൽ നടത്തി എന്ന് പറയുന്നു. വകുപ്പിൽ ഇപ്പം മുഖ്യമന്ത്രിക്ക് ജനറൽ അഡ്മിനിസ്ട്രേഷൻ കയ്യിലിരിക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും ഇടപെടാനുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഉണ്ട്. അതല്ലെങ്കിൽ ഹീസ് എ സൺ ഇൻ ദ സോളാർ സിസ്റ്റം എന്ന് നമുക്ക് പറയാം. കാര്യം സോളാർ സിസ്റ്റം ആണെങ്കിൽ അദ്ദേഹം എന്റെ സൺ ആയിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ ആ വകുപ്പ് മന്ത്രി അറിയണ്ടേ, വകുപ്പിലിരിക്കുന്ന ആൾക്കാർ അറിയണ്ടേ? അതൊന്നും അറിയാതെ ബൈപ്പാസ് ചെയ്തൊരു ഓർഡർ കൊടുക്കുന്നതും മറ്റ് കാര്യങ്ങളും തമ്മിൽ ചേർത്ത് വായിക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നത് രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒക്കെ ആണെങ്കിൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് എന്ത് ഡീലാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി VD സതീശൻ RSSുമായിട്ടും സംഘപരിവാറുമായിട്ടും ഇട്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായിരിക്കും വരാൻ പോകുന്നത്. വെച്ചാൽ രമേശ് ചെന്നിത്തല വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആരും അത്ഭുതപ്പെടേണ്ട കാര്യം